ഈ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മടക്കി വെക്കൽ ജോലിയാണ്. ഒരുപാട് മടക്കി വെക്കാനുണ്ട്. ഇതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. കാരണം ഇവൻ എപ്പോഴും ചീത്ത വിളിക്കുന്ന ഒരു കാര്യം മടക്കി വെക്കുന്ന ഒരു കാര്യം കൊണ്ടാണ്. ഞാൻ പിന്നെ എല്ലാ സ്ഥലത്തും, അതായത് ഒരുവിധ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സിനോട് എനിക്ക് ഭയങ്കര ക്രേസിയാണ്. അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങുന്ന സ്വഭാവം എനിക്ക് കൂടുതലാണ്. ഈ അളമാര നിങ്ങൾ നോക്കിയാൽ മതി, അതിനൊരു ഉദാഹരണം. അത് കണ്ട നിങ്ങൾ എല്ലാം വേലിച്ച് വാരിയിട്ട് ചിലതെല്ലാം 2 തട്ട് 3 തട്ട് ഇതാ. അതിനപ്പുറത്തേത് മൊത്തം ഡ്രസ്സുകളാണ്. എൻ്റെ ഡ്രസ്സുകൾ മാത്രം, അവൻ്റെ ഡ്രസ്സൊന്നുമില്ല. അവൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡ്രസ്സുകൾ മാത്രമാണ് അതെല്ലാം കൂട്ടി വെച്ചത്. ഇനി എല്ലാം ഇന്ന് മടക്കി വെക്കണം. പിന്നെ 2 പെട്ടി വേറെയും ഉണ്ട്, അതിൽ ഡ്രസ്സ് എൻ്റെതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് നിങ്ങൾ ഇതൊക്കെ എൻ്റെ ഡ്രസ്സുകളാണ്. അപ്പോൾ എന്നാ പറയേണ്ടത്, എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ക്രേസിയാണ്. അപ്പോൾ ഓരോ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ എന്നാ പറയേണ്ടത് ഞാൻ വയനാട് പോകുന്ന സമയത്തൊക്കെ ഇഷ്ടംമാതിരി ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതായത് അവിടെയുള്ള അമ്മമാർക്ക്. ഞാൻ സ്വതവേ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും, ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ മടക്കി വെക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമസ്കാരം. ഇതെൻ്റെ ഒരു ബ്ലാക്ക് ചുരിദാറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സും കൂടിയാണിത്. ഇത് വാങ്ങിയിട്ട് ഞാൻ അത്രയേ ആയിട്ടുള്ളൂ. നമുക്കൊരു തലശ്ശേരി ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് വാങ്ങിയതാണ്. ഇതൊരു ഫങ്ഷനെല്ലാം വേണമെന്ന് പോകുമ്പോൾ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനങ്ങനെ ഫങ്ഷനിലൊന്നും പോവാറില്ല. അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണേ. ചുരിദാറിൻ്റെ ഒരു കളർ. ഞാൻ ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടാറില്ല. പണ്ടേ അങ്ങനെ തന്നെയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മേൻ്റെ എടുക്കുന്നതിന് എനിക്ക് ഭയങ്കര ചീത്ത കിട്ടും. പണ്ടേ എനിക്ക് ഡ്രസ്സ് അങ്ങനെ മുടക്കം വന്നിട്ടില്ല. എന്താണെന്നല്ല, അത് ഓരോ ആളെ നക്ഷത്ര ഫലമാണെന്ന് തോന്നുന്നല്ലേ. കാരണം എങ്ങനെയാണെങ്കിലും ഇഷ്ടമാതിരി ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അച്ഛൻ അന്നേരം ആ സമയത്ത് ഗൾഫിലായിരുന്നു. അതിനുശേഷം വന്നതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് നമ്മളെ കൂടെ കുറച്ച്. ഇത് വേറൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പരിപാടിക്കെല്ലാം പോകുന്ന സമയത്ത് ഓറഞ്ച് കളറും വെള്ളയും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ. ഇത് പിന്നെ അന്ന് സുരേഷ് ഗോപി സാറിൻ്റെ ഒരു പരിപാടി ഇല്ലേനോ, നമ്മളെ ബ്ലാക്ക് ഇട്ടിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബ്ലാക്ക് ആൻഡ് റെഡല്ല ഓറഞ്ച് സ്റ്റൈലിഷ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഡ്രസ്സുകളാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കൂടിയാണത്. ഇനി പിന്നെ ഇത് നമ്മളെ കോംബോ ഓഫർ ഉണ്ടാവില്ലേ നമ്മളെ മാളിലൊക്കെ, പാൻറ്റും അതുപോലെ തന്നെ ഇതും കിട്ടുന്ന ടൈപ്പ്. കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഇടുമ്പോൾ ഞാനെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സുകളെ ഇടാറുള്ളൂ, കോട്ടൺ ഡ്രസ്സുകൾ. എനിക്ക് അതിനോടാണ് വലിയ താല്പര്യം. ഇങ്ങനത്തെ മറ്റേ ടൈപ്പുകളോട് താല്പര്യമില്ല. ഇതും ഞാൻ മാളിൽ നിന്ന് വാങ്ങിയതാണ്. ജീൻസിനെല്ലാം ഇടാൻ പറ്റിയ ഒരു ടൈപ്പില്ലേ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ തരും. കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ എനിക്ക് ശ്രീലേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10ഓളം ഡ്രസ്സ് എനിക്ക് തന്നിട്ടുണ്ട്. പുതിയ ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട് ശ്രീലേച്ചി. ഇതിങ്ങനെ മടക്കി വെക്കുന്ന കാര്യം തന്നെ എനിക്ക് ഭയങ്കര ബോറ പരിപാടിയാണ്. ഇതെൻ്റെ ജീൻസാണ്. ഇത് ഞാൻ മാളിൽ നിന്ന് വാങ്ങിയൊരു ഡ്രസ്സാണ്. നല്ല സൂപ്പർ ഡ്രസ്സാണ്, കംഫർട്ടബിളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉഷ്ണത്തിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂലേ. ഒരു പാൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇരുന്നു. ഞാനിപ്പം വീട്ടിൽ നിന്ന് ഇടുന്നതാണ്. പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഇത് ഞാൻ പിന്നെ കുംഭമേളക്ക് പോയ സമയത്ത് നമ്മൾ തുന്നിപ്പിച്ചതാണ്, കുറച്ച് ആൾക്കാർ കൂടിയിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സുമാരോടൊക്കെ ചോദിച്ചാൽ മതി ഇവിടെ
പിന്നെ എൻ്റെ ഫ്രണ്ട്സുമാരോട് ചോദിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട്സുമാർ എൻ്റെ ഡ്രസ്സാണ് അധികം യൂസ് ചെയ്യുന്നത്. ഞാൻ അധികവും കൊടുക്കാറുണ്ട്, പുറത്ത് കൊടുക്കാറുണ്ട് ഡ്രസ്സുകൾ. കാരണം നമുക്ക് ആവശ്യത്തിന് ദൈവം തന്നിട്ടുണ്ട്, അപ്പോൾ ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുക. ഇത് എൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണിത്. അവൾ ഇപ്പോഴത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നു. അടിപൊളിയല്ലേ? ഇതൊക്കെ ഞാൻ നിധിയായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. കാരണം അവൾ പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും എന്നോട് മിണ്ടാറില്ലേ, ഇപ്പം മിണ്ടി. ഇത് നമ്മളെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഒരു വൈറ്റ് ചുരിദാർ, ഇഷ്ടംമാതിരി ചുരിദാർ ഉണ്ടോ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം വീട്ടിൽ നിന്നെല്ലാം യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ. ഇത് ഞാനിപ്പോൾ വാങ്ങിയതാണ്. ഇതെന്തോ കോട്ടൺ ഡ്രസ്സായതുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിനൊരു ബ്ലൂ കളർ പാൻറ്റാണ്. പിന്നെ ജീൻസ് എല്ലാം കുറേ ഉണ്ട്. ജീൻസെല്ലാം ഞാൻ എൻ്റെ ആൾക്കാർക്കൊക്കെ കുറേ ആൾക്കാർക്ക് ഞാൻ കൊടുത്ത് ഒഴിവാക്കി. ഇത് ഞാൻ പിന്നെ ഇവിടുന്ന് വാങ്ങിയതാണ്, ഡൽഹിയിൽ നിന്ന് വാങ്ങിയത്. ജീൻസിലിടാൻ പറ്റിയ ടൈപ്പാണത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ ഇവക്കെന്താ ഇങ്ങനത്തെ ഇതെന്ന് ചോദിക്കുന്നുണ്ടാവില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് ചോദിച്ചാൽ ഇത് അതിൻ്റെ നീലൻ്റെ ബ്ലൂവിൻ്റെ പാൻറ്റാണ്. ഇത് ലൈറ്റ് അടിയിലൊരു ഇത് കളർ വരുന്നത്. ഇത് പിന്നെ ഷോർട്ട് അപ്പ് ബനിയൻ. നമ്മളെ താത്തമ്മ ജസ്ന താത്ത പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സിൻ്റെ അത് ദയവ് ചെയ്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് കുട്ടിയെ, ഇവിടെ വന്നിട്ട് അന്വേഷിക്കുക കേട്ടോ. എൻ്റെ വീട്ടിൽ നീയല്ല പറഞ്ഞത് നിനക്ക് അങ്ങനെ വലിയ ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷെ ആ സമയം മുതൽ എനിക്ക് പരമസുഖമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ നമ്മൾ ചെറുതിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ എനിക്ക് വലുതായ സമയത്ത് ഇന്ന് വരെ ഒരു മുട്ടും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇവനാണെങ്കിലും മേടിച്ച് തരുന്നുണ്ട്, പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് അമ്മയാണെങ്കിലും എല്ലാവരും മേടിച്ച് തരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഞാൻ ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അത് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വേറൊരു സന്തോഷ വാർത്തയും കൂടി വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്. ബൈ ബൈ.